Hi, good morning to all. Today I focused on the topic literary canon. Literary canon refers to a body of books, narratives, and other texts considered to be the most important and influential of a particular time period or a place. A body of books, narratives, other texts considered to be the most important and influential of a particular time period or a place. That is important. Of a particular time period or place. ഒരു പ്രത്യേക ടൈം പീരീഡ്, ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ എന്ത് ചെയ്യുക, ഇത്രയും വാക്കുകൾ അല്ലെങ്കിൽ ഇത്രയും ഓതേഴ്സാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറയുന്നതിനെയാണ് കാനോൺ എന്ന് പറയുന്നത്. ലിറ്റററി കാനോൺ റെഫേഴ്സ് എ ബോഡി ഓഫ് ബുക്സ്, narratives, other texts considered to be most important and influential of a particular time period or a place. The term canon in Greek means measuring rod or a scale. In Greek, the word canon means measuring rod, R-O-D, or a scale, was originally used in the Christian religious text. First used in the Christian religious text. Later, the term was used in literature to signify the list of secular literary works accepted as really written by a particular author. Thus, we have the Shakespearean canon, the Milton canon, and so on. Now, the phrase literary canon denotes the works of those authors or writers who are commonly accepted by authorities like critics, scholars, teachers as major writers, and which is often hailed as a literary classics. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലിറ്റററി കാനോൺ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റൈറ്റേഴ്സ് കോമൺലി ആക്സെപ്റ്റഡ് ബൈ ദ ക്രിറ്റിക്സ്, സ്കോളേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ആസ് മേജർ റൈറ്റേഴ്സ്. ക്രിറ്റിക്സ്, സ്കോളേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതിയിലുള്ള ആൾക്കാർ കുറച്ച് റൈറ്റേഴ്സിന് അവരുടെ വർക്കിന് എന്താണ് ക്ലാസിക്കൽ വർക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വർക്കായിട്ട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ വർക്കായിട്ട് കാണുക അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുക. ഇവരൊക്കെയാണ് എന്ന് പറയുന്നതിനെയാണ് എന്താ പറയുക, ലിറ്റററി കാനോൺ എന്ന് പറയാം. കാനോൺ ദസ് റെഫേഴ്സ് ടു ദി ഓതറൈസ്ഡ് ടെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഓതറൈസ്ഡ് ടെക്സ്റ്റാണ്. ദ കാനോണിക്കൽ റൈറ്റേഴ്സ് ആർ ദ വൺ who at a particular time are the most published, most discussed by critic and likely to be included in the curriculum. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എലിസബത്തൻ ഏജ് എടുത്ത് നോക്കുമ്പോൾ ഷേക്സ്പിയർ മാത്രമേ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുള്ളൂ. ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ മിൽട്ടൺ, അതുപോലെ മിൽട്ടൻ്റെ ആ ഏജിൽ മിൽട്ടനേ ഉള്ളൂ. ഫീമെയിൽ റൈറ്റേഴ്സും അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പം ഇന്ന റൈറ്റേഴ്സ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്, അവരുടെ വർക്കാണ് ഇമ്പോർട്ടൻറ്റ്, അവരുടെ വർക്കുകൾ മാത്രം കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതിനൊക്കെയാണ് കാനോണിക്കൽ എന്ന് പറയാം. ദർ ഈസ് നോ ക്ലിയർ കട്ട് ബൗണ്ടറീസ് ഫോർ കാനോൺ ഫോർമേഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ സബ്ജക്റ്റ് ടു ചേഞ്ചസ്. അപ്പം അത് ചേഞ്ചസ് വരുന്നൊരു ടോപ്പിക്കാണ്, ഒരു സംഭവമാണ്. ന്യൂ ബുക്സ് കുഡ് ബി ഇൻക്ലൂഡഡ് ഓർ എക്സ്ക്ലൂഡഡ് ഫ്രം ഇറ്റ്. The social process by which an author comes to be tacitly and durably accepted as a canonical is called canon formation. നമ്മൾ കുറച്ച് ആൾക്കാർ അതിലേക്ക് ഇൻക്ലൂഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് canon formation. The factors involved in canon formation are complex and disputed. Anyhow, it involves the acceptance of certain works by critics, scholars, teachers, and authors with different viewpoints, the use of an author in curriculum, and frequent reference to author in discussion with her community. ഇതൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് ഒന്ന്. എന്താണ് സ്കോളേഴ്സും ക്രിറ്റിക്സും ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ആക്കുക. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഫറൻസ് ചെയ്യുന്ന ഓതേഴ്സാവും. ഇതൊക്കെയാണ് ലിറ്റററി കാനോണിൻ്റെ ഫോർമേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. Many English writers of 20th century like T.S. Eliot, James Joyce, Virginia Woolf, as well as present-day writers like V.S. Naipaul, Salman Rushdie, among others, have achieved this status. ഇവരൊക്കെ കാനോണിക്കൽ റൈറ്റേഴ്സ് ആണ്. At any time, the boundaries of canon remain unclear, within which some authors are central and others marginalized.
ഇത് അൺക്ലിയർ ആണ്. എങ്ങനെയാണ് ഇതിലൊരു മാനദണ്ഡം എന്താണെന്നുള്ളതിലൊക്കെ സംശയങ്ങളുണ്ട്. സം ഓതേഴ്സിനെ അവരെന്ത് ചെയ്യും, സെൻട്രൽ പൊസിഷനിൽ വെക്കും, ചില ആൾക്കാരെ മാർജിനലൈസ് ചെയ്യും. സം മാർജിനൽ ഓതേഴ്സ് ലേറ്റർ അച്ചീവ്ഡ് സെൻട്രൽ സ്റ്റാറ്റസ്, ചില ആൾക്കാർ മാറി വരുന്നത്. അതിലൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ, നോട്ടബിൾ എക്സാമ്പിൾ ഇൻ ദ 20th century ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദാറ്റ് ഈസ് ജോൺ ഡൺ, who achieved prominence because of the re-evaluation made by T.S. Eliot and other new critics. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് ഞാൻ നിങ്ങളോട് പറയാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്ററാണ് ജോൺ ഡൺ. ഇത്രയും നല്ല വർക്കുകൾ ചെയ്ത ആളാണ്. പക്ഷേ അയാൾ കാനോണിക്കൽ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്ന ആളായിരുന്നില്ല. പിന്നെ T.S. എലിയറ്റും ന്യൂ ക്രിറ്റിക്സും ഒക്കെയാണ് റീവാലുവേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് അറിയപ്പെടുന്നത്. Next, Gauri Vishwanathan in her work Mask of Conquest, Literary Study and British Rule in India, 1989, has conclusively shown that the canon in English is indirectly related to British imperialism. അപ്പം ഗൗരി വിശ്വനാഥൻ എന്നുള്ള ഒരു റൈറ്റർ മാസ്ക് ഓഫ് കോൺഗ്രസ് ലിറ്റററി സ്റ്റഡി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ 1989 പറഞ്ഞതെന്ന് വെച്ചാൽ കാനോൺ ഇൻ ഇംഗ്ലീഷ് ഈസ് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. അതാണ്, അതുപോലെയാണ് എന്ന് പറയാം. പിന്നെ പറയുന്നുണ്ട് അത് ശരിക്കും നമ്മൾ ഈ അതിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് പറയുന്നത് വൈറ്റ് മെയില് യൂറോപ്യൻ മിഡിൽ ടു അപ്പർ ക്ലാസ് ഐഡിയോളജി ഉള്ളവരെ ഇതിൽ വരുന്നുള്ളൂ. കാണിക്കുന്നത് ശ്രദ്ധിക്കാം. വൈറ്റ് പീപ്പിളേ ഉള്ളൂ, മെയിലേ ഉള്ളൂ, യൂറോപ്യനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫീമെയിലിൽ നിങ്ങൾ പഠിച്ച സിലബസിലൊന്നും വളരെ കുറച്ച് ഫീമെയിൽ റൈറ്റേഴ്സേ ഉള്ളൂ. നമ്മളെ സിലബസിലൊന്നും കാണുന്നില്ല. അപ്പം അത് വൈറ്റ് പീപ്പിളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മെയിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ പീപ്പിളിനാണ് കൊടുക്കുന്നത് എന്നും ഒരു ക്രിറ്റിസിസം ഉണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അലൻ ബ്ലൂംസ് ദ ക്ലോസിംഗ് ഓഫ് ദി അമേരിക്കൻ മൈൻഡ് 1987 വർക്കിൻ്റെ പേരാണ് അലൻ ബ്ലൂംസ് ദ ക്ലോസിംഗ് ഓഫ് ദി അമേരിക്കൻ മൈൻഡ് 1987. ഹൊറാൾഡ് ബ്ലൂംസിൻ്റെ ദ വെസ്റ്റേൺ കാനോൺ 1995. ദിനേഷ് ഡി സോസാസ് ഇല്ലിബറൽ എഡ്യൂക്കേഷൻ ദ പൊളിറ്റിക്സ് ഓഫ് റേസ് ആൻഡ് സെക്സ് ഇൻ ക്യാമ്പസസ് DINESH ഡി ക്യാപിറ്റൽ പിന്നെ SOUZA ഡി സോസാസ് ഇല്ലിബറൽ എഡ്യൂക്കേഷൻ ദ പൊളിറ്റിക്സ് ഓഫ് റേസ് ആൻഡ് സെക്സ് ഇൻ ദി ക്യാമ്പസസ് 1991 have all strongly defended pluralism and multiculturalism against elitism and hierarchism in canon formation. എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ ഇപ്പം അലൻ ബ്ലൂം, ഹൊറാൾഡ് ബ്ലൂം ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതുപോലെ ദിനേഷ് ഡിസോസാസ് ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഡിഫറെൻറ്റ് പ്ലൂറലിസം, ഇവിടെ പ്ലൂറലിസം ഉണ്ട്, മൾട്ടി കൾച്ചറലിസം എഗെയിൻസ്റ്റ് എലിറ്റിസം. എലിറ്റിസം പറഞ്ഞാൽ എലൈറ്റ് പീപ്പിൾ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പീപ്പിൾ. ആൻഡ് ഹൈറാർക്കിസം ഇൻ കാനൺ ഫോർമേഷൻ. ഈ കാനൺ ഫോർമേഷനിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം അതിലെന്തല്ല അതൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയൻ ഇല്ല എന്തിന് കാനൺ ഫോർമേഷൻ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കട്ടെ. ഓക്കെ, താങ്ക് യു.